മണ്ടോ ഓ ഇവിടെ വരുന്നേ എന്താ 1000 രൂപ ഉണ്ട്. ഇതെന്തിനാ 1000 രൂപ? നിനക്കെന്താ കല്യാണത്തിന് സാരി എടുക്കണം പറഞ്ഞില്ല അമ്മാവൻ്റെ മോളുടെ? അതെ, കോട്ടൺ സാരി അല്ല കാഞ്ചീപുരം സാരിയാ ഞാൻ പറഞ്ഞത്. അതിന് 10000 രൂപ തരാന്ന് നിങ്ങൾ പറഞ്ഞാണല്ലോ. തരാന്ന് പറഞ്ഞിരുന്നപ്പോൾ അന്ന് എനിക്ക് അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ആ വരുമാനം ഇല്ല. എന്താ ജോലി പോയാ? എപ്പോഴും ഈ ടിവിയുടെ മുമ്പ് ഇരുന്നിട്ട് സീരിയൽ മാത്രം കണ്ടോണ്ടിരിക്കരുത്. വല്ലപ്പോഴും ഒക്കെ വാർത്ത കാണണം. എനിക്ക് ഇവിടെ സമയമില്ല അതിനൊന്നും. നിനക്ക് അതിനൊന്നും സമയമില്ല. സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥരും റേഷൻ കടക്കാരും തമ്മിലുള്ള ബന്ധമൊക്കെ സർക്കാർ മുറിച്ച്. എടീ, കേരളത്തിലുള്ള എല്ലാ റേഷൻ കടയിലും e-POS മെഷീൻ സമ്പ്രദായമാക്കി. മെഷീൻ? ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. അതായത് ഒരു റേഷൻ കടയിൽ എത്ര രൂപയ്ക്ക് സാധനം വിറ്റു, ആർക്ക് വിറ്റു, എത്ര കിലോ കൊടുത്തു എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് അപ്പോൾ തന്നെ ഓൺലൈനിലൂടെ സർക്കാരിൻ്റെ സെർവറിലേക്ക് പോകും. അതിനിപ്പോ എന്താന്ന്? നിങ്ങൾ റേഷൻ കടക്കാരനൊന്നും അല്ലല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ അല്ലേ? ആണല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ ആണല്ലോ. എൻ്റെ ജോലി എന്താണ്? റേഷൻ കടയിൽ എത്ര സ്റ്റോക്ക് വന്നു, എത്ര സെയിൽ നടന്നു എന്നുള്ളതെല്ലാം ആഴ്ചയിൽ തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ആൾ ഞാനായിരുന്നല്ലോ. ആണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ആ ജോലി ഇല്ല. ഇതെല്ലാം ഓ എടി, സുഖമെന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാർ തന്നോണ്ടിരുന്ന കിമ്പളം എനിക്ക് കിട്ടൂല. ബാക്കി പറഞ്ഞ സ്റ്റോക്കല്ല അവർ മറിച്ച് വിറ്റോണ്ടിരുന്നല്ലേ. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഞങ്ങളും അവരൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ചെലവ് ചുരുക്കണം. എങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കാന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ബഡ്ജറ്റ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിയൊക്കെ മനസ്സിലാക്കാം. എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയം. പെട്രോൾ അടിക്കാനുള്ള കാശ് നിന്റെ തന്ത കൊണ്ട് തന്നിട്ടുണ്ടോ ഇവിടെ? ഞാനേ KSRTC ബസ് പോകാം. ഇത് അങ്ങോട്ട് 10 രൂപ, ഇങ്ങോട്ട് 10 രൂപ. ഇങ്ങനെയും ജീവിക്കാൻ പഠിക്കണം. സത്യത്തിൽ ഈ സർക്കാർ ജോലിക്കാർക്ക് കിമ്പളല്ലാതെ ശമ്പളമൊന്നും ഇല്ലേ? ശ്യാമളാമ്മേ, എവിടെ പോന്നേ? മനസ്സിലായില്ലേ? രാഘവൻ എവിടെ പോന്നേ? റേഷൻ കട. റേഷൻ കടയില്ല. എനിക്കിപ്പോ ഇതാ പണിയുണ്ട് കൊച്ചേ. അതെയാ? ഇന്നലെ പോയി. അപ്പൊ അവിടെ ഒരു കുന്ത്രാണ്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ മിഷൻ. അതിനകത്ത് എന്താണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. തന്നില്ല, അരി തന്നില്ല. ഇന്നിപ്പോ പോവാ. കിട്ടുമെന്നറിയില്ല. 3 ദിവസമായി ഞാൻ നടക്കണം. നിനക്കറിയാലോ, ഞാനൊരാളെന്റെ വീട്ടിലുണ്ട്. ഇതെന്തിനീ സാധനം കൊണ്ട് വെച്ചേക്കണത്? അതെ, മിഷൻ വെച്ചതിനെ പറ്റി കുറ്റം പറയണ്ട. അത് ഈ റേഷൻ കടക്കാർ വമ്പൻ അഴിമതി നടത്തുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ വെച്ചത്. ഇപ്പൊ കേൾക്കുന്നത് ഈ മിഷൻ വാങ്ങിയതിൽ വമ്പൻ അഴിമതി നടന്നിട്ടുണ്ടാവൂലേ? എന്നിട്ട് നമ്മൾ ഈ 5 കിലോ അരിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചങ്ങായി നേരം വെളുക്കുമ്പോ തന്നെ ഇവിടെ വന്ന് കുത്തിരിക്കണത്? അനക്ക് പെരെ കുത്തിരുന്നാ പോരെ? നിങ്ങൾ എന്തിനാ വന്നിനി? ഞാൻ അരി മേടിക്കാൻ വന്നാ. എന്തിനാ വന്നാ? എനിക്കിതൊരു ഇതാണ്. എന്താണ്? ഒരു അനുഭൂതിയാണ്. അരി മേടിക്കാനാ? അനുഭൂതി. ഇതിലൊരു മണം. എന്റെ സ്ഥിതി അറിയോ നിങ്ങൾക്ക്? എന്റെ ഒരു കഥയാ. എന്റെ അമ്മ നാണിയെടുത്തി പണ്ടത്തെ ഒരു പണ്ട് റേഷൻ ഷാപ്പിൽ അരി എടുത്ത് കൊടുക്കുന്ന പണിയേനി. ഇവനെ പെട്ട മുതല് ഇവൻ റേഷൻ ഷാപ്പിലാണ്. റേഷൻ ഷാപ്പിൽ ഇവനെ കൊണ്ടുവെക്കും. അമ്മ പണിയെടുക്കും, വൈകുന്നേരം ഇവനെ കൊണ്ട് പോകും. അങ്ങനെ അവിടുത്തെ മണം ഇവനെ കണ്ട് പിടിച്ച് ഈ പുഴുത്ത അരിന്റെ ഗോതമ്പിന്റെ ഒക്കെ മണം. അപ്പൊ അതില്ലാണ്ട് പറ്റില്ലോ. എനിക്ക് വേറെ ജോലിയൊന്നും ഒന്നിനു പോണു, ഒരു ജോലിക്കും പോവില്ല. വീടിരുന്നാ പോരെ, ചായല ഒരു മോനിച്ച് തരും. എന്നാൽ അമ്മേച്ചനും കൊടുക്കുകയാണ്. അല്ലാത്ത ജന്മ മോനെ മോശമായിട്ടൊന്നും ഇല്ലല്ലോ. മറിമായം